സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഈ രാവിലെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ, നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ ആരാധിപ്പാൻ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഓരോ ദിവസവും ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ അനീതിയും അക്രമവും മരണവാസനയും ആത്മഹത്യാ ഭീതിയും യുദ്ധഭീതിയും പ്രളയഭീതിയും എന്ന് വേണ്ട ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഈ ദുഃഖകരമായ അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവ് നമ്മെ ഇത്രത്തോളം വഴി നടത്തി നിലനിർത്തി കർത്താവിന്റെ ശക്തിയിലാണ് നമ്മെ കാക്കുന്നത്. നമുക്ക് സ്വന്തമായി ജീവിപ്പാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ്. ഒരു ദൈവവൈതലിന് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. കാരണം ഒരു അന്യദേശത്താണ് ജീവിക്കുന്നത്. വേറൊരു ശക്തി, എതിർശക്തി ഭരിക്കുന്ന ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവശക്തി കൂടാതെ നമുക്കിവിടെ നിൽപ്പാൻ കഴിയുകയില്ല. ഈ രാവിലെ നാം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ ധൈര്യമാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, പാട്ടുകൾ, പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നവൻ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം ആരാഞ്ഞ് നമ്മെ സഹായിക്കുന്ന കർത്താവാണ് നമ്മുടെ മധ്യേ ഉള്ളത്. അതുകൊണ്ടാണ് അഗ്നി ജ്വലിക്കുന്ന കണ്ണുള്ളവൻ എന്നെഴുതിയിരിക്കുന്നത്. ഏത് ഹൃദയങ്ങളെയും അന്തരന്തരങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ മധ്യേ ഉള്ളത്. ആകയാൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് സ്വന്തം ശക്തിയാൽ ഇവിടെ നിൽപ്പാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം. ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 20-ാം വാക്യം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു. ദൈവം ഭരിക്കുന്ന, ദൈവം വാഴുന്ന ദൈവത്തിന്റെ രാജ്യം ആരും തെരഞ്ഞെടുത്താക്കി വെച്ചതല്ല. സകലത്തിന്റെ സൃഷ്ടികർത്താവ്, സകലത്തിന്റെ ഉടമസ്ഥൻ സ്വന്തം അധികാരത്തോടുകൂടെ വാഴുവാൻ ഈ ലോകത്തിൽ വരുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ഒരു രാജാവ് നീതിയോടെ വാഴും. അന്ന് പ്രഭുക്കന്മാരൊക്കെ ന്യായത്തോടെ അധികാരം നടത്തും. ഇതുപോലെ അനേക ഭാഗങ്ങൾ ദൈവം ഈ ഭൂമിയിൽ ഭരണം നടത്തുന്നതും വാഴുന്നതും നമുക്ക് കാണാം. ദൈവരാജ്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്ന്, യേശുവായിട്ട് വന്ന്, യേശു തന്റെ പ്രസംഗം തുടങ്ങുന്നത് ഇതാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നാൽ ദൈവരാജ്യം കേവലം വചനത്തിലല്ല, അത് ശക്തിയിലാണ്. ഇന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് അനേക പുസ്തകങ്ങൾ കാണാം, അനേക പ്രസംഗങ്ങൾ കേൾക്കാം, അനേക പഠിപ്പിക്കലുകളുണ്ട്. എന്നാൽ ദൈവരാജ്യം അതിന്റെ ശക്തിയിൽ വന്നെങ്കിൽ മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ. ദൈവരാജ്യം അതിന്റെ ശക്തിയിൽ വരുമ്പോൾ, ഇതാണ് കർത്താവ് പറഞ്ഞത്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഏത് ശക്തിക്ക് കീഴിലാണ് എന്നുള്ള ബോധവൽക്കരണം. ഞാൻ പാപിയാണ്, എന്നെ അടക്കി വെച്ചിരിക്കുന്ന പാപത്തിന്റെ അധികാരിയായ പിശാചിന്റെ അടിമയാണ്. ഇതിൽ നിന്ന് എനിക്കൊരു ബോധ്യം വന്നിട്ട് ഇതിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാൻ എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള മനംതിരിവാണ് മാനസാന്തരം. ഈ മാനസാന്തരപ്പെട്ട് ആരിലേക്കാ തിരിയുന്നത്? ഇതിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തനിലേക്കാ തിരിയുന്നത്. ശക്തൻ എന്നെ അടക്കി വെച്ചിരിക്കുന്നു, അതിൽ നിന്ന് വിടുവിപ്പാൻ സർവശക്തൻ വേണം.
അതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സന്തതിയായി വന്ന് ജനിച്ചു മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് സുവിശേഷം. യേശുക്രിസ്തുവാണ് സാത്താനെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയത്. ആ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവരാജ്യം ശക്തിയോടെ വരികയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് വലിയ മാറ്റം സംഭവിക്കുന്നത്. ഇതുപോലെ ഒരനുഭവം ലോകത്തിൽ മറ്റൊരിടത്തുമില്ല. വാളും കുന്തം കൊണ്ടും മാരകായുധങ്ങൾ കൊണ്ടും അണുശക്തി കൊണ്ടും ഒക്കെയും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, പിടിച്ചടക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധിയുടെ രാജ്യമാണ്, അത് പരിശുദ്ധൻ വാഴുന്ന രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യത്തിൽ വിശുദ്ധീകരണം കൂടാതെ വാഴുവാൻ സാധ്യമല്ല. പാപിയായ മനുഷ്യന്റെ ജീവിതത്തിൽ വിശുദ്ധി എന്നുള്ള മാറ്റത്തിലേക്ക് അവൻ വരണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് നമുക്കറിയാം. യേശു അവന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിനായി വരികയും യേശു അവന്റെ കർത്താവായി വരികയും ചെയ്തു കഴിയുമ്പോൾ അവനിൽ കർത്താവിന്റെ ശക്തി വരികയും ദൈവരാജ്യം അവനിൽ വരികയും ചെയ്യുന്നു. ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയിൽ അക്ഷരീയമായി വാഴുവാനായിട്ട് മടങ്ങി വരും. ആ മടങ്ങി വരുമ്പോൾ അതിനു മുമ്പായിട്ട് ജനത്തെ അതിനുവേണ്ടി ഒരുക്കുന്നതാണ് ആത്മീയ ദൈവരാജ്യം. ഇന്ന് ഹൃദയത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവവചനപ്രകാരം വീണ്ടും ജനിച്ച് യേശു ഉള്ളിൽ ഉള്ളവരും മാത്രമായിരിക്കും അക്ഷരികമായി ദൈവരാജ്യത്തിലും ഉണ്ടായിരിക്കുക. പാപിയായ മനുഷ്യന്, മാനസാന്തരപ്പെടാത്ത മനുഷ്യന് അക്ഷരിക ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. അതുകൊണ്ട് ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ജനത്തെ ഒരുക്കിയെടുക്കുകയാണ് ഇന്നത്തെ സുവിശേഷീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യം കേവലം വചനത്തിലല്ല, ശക്തിയിലാണ് എന്നവിടെ എഴുതിയിരിക്കുന്നു. ശക്തിയിൽ ഒരു വ്യക്തി സുവിശേഷം കേട്ട് മനം തിരിയണമെങ്കിൽ 1 തെസ്സലോനിയ 1-ാം 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരു വ്യക്തി മനം തിരിയുവാൻ കാരണമായി തീർന്നത് എങ്ങനെയാണ്? 1 തെസ്സലോനിയ 1:5. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഞങ്ങളുടെ വചനം തെസ്സലോനിക്കയിൽ അപ്പോസ്തലനായ പൗലോസ് പൗലോസിന്റെ പ്രവർത്തനത്താൽ അവിടെ ആത്മാക്കൾ വീണ്ടും ജനിച്ച് ദൈവസഭ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഞങ്ങളുടെ വചനം കേവലം വചനമായി മാത്രമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്റെ ശക്തിയിലാണത് വന്നത്. കേവലം വചനം മാത്രം പറഞ്ഞൊരു വ്യക്തി വീണ്ടും ജനിക്കുന്നില്ല. ആ വചനം ശക്തിയോടുകൂടെ അധികാരത്തോടുകൂടെയും പ്രസ്താവിക്കുമ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ തന്റെ ശിഷ്യന്മാരോട് അടുത്തിടപെട്ടുകൊണ്ടിരുന്നു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സുവിശേഷം പറയണം, വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. ഇങ്ങനെ ദൈവ വേലയെക്കുറിച്ച് അവർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. കാരണം ആത്മാക്കൾ വീണ്ടും ജനിക്കണമെങ്കിൽ കേവലം നിങ്ങളുടെ വചനം കൊണ്ട് പോരാ, ശക്തി പ്രാപിക്കണം. ശക്തി ഉണ്ടെങ്കിൽ മാത്രം. അതേത് ശക്തിയാണ്? ധനത്തിന്റെ ശക്തിയല്ല, കായിക ശക്തിയല്ല, ജ്ഞാനത്തിന്റെ ശക്തിയല്ല, രാഷ്ട്രീയ ശക്തിയല്ല, പിന്നെയോ ഉയരത്തിലെ ശക്തി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ടും മാത്രം നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോയാൽ മതി, അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. അത് പ്രാപിച്ച ശുശ്രൂഷകന്മാരാണ് ദൈവകരങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ
ദൈവത്തിന്റെ വചനം ശക്തമായി ഈ ഭൂമിയിൽ വന്ന് പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ഈ അനുഭവം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരോടൊരു കാര്യം പറഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അവർക്ക് കൊടുക്കുകയായിരുന്നു. ലൂക്കോസ് വിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 27-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 9:27. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശിഷ്യന്മാര് കൂടി നിൽക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളിൽ ചിലര് മരിക്കുന്നതിന് മുമ്പേ ദൈവരാജ്യം കാണുമെന്ന്. ദൈവരാജ്യം കാണുവോളം, മർക്കോസ് 9:1 ഒന്നുകൂടെ നോക്കാം. ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ദൈവരാജ്യം കാണാൻ നിങ്ങളുടെ ഇടയിൽ ചിലരുണ്ടെന്ന് പറഞ്ഞു. ആ ചിലരാരാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ കൂട്ടി മലയിൽ പോയി ദൈവരാജ്യം എന്താണെന്നൊന്ന് കാണിക്കാൻ പോകുകയാണ്. ദൈവരാജ്യം എങ്ങനാ വരുന്നത്? മർക്കോസ് 9:1 വാക്യം കൂടെ വായിച്ചേ. പിന്നെ അവരവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. അടുത്ത വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തതില്ല. മർക്കോസിൽ എടുത്തെഴുതി പറയുന്നുണ്ട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം, ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ. ഇത് പറഞ്ഞേച്ച് തൊട്ട വാക്യം അടുത്ത അധ്യായത്തിലാണെങ്കിൽ പോലും ദൈവരാജ്യം മലയിൽ കയറി അവരെ കാണിച്ചു കൊടുക്കുന്ന അനുഭവം. നിങ്ങളിൽ ചിലരുണ്ടാകും. ആ ചിലർ 3 പേരാണ്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ കൂട്ടി മലയിലേക്ക് കൊണ്ടുപോയി അവിടെ രൂപാന്തരപ്പെട്ടു എന്ന് വായിക്കുന്നു. പെട്ടെന്ന് രൂപാന്തരം സംഭവിച്ചു. അവിടെ വലിയ സംഭവങ്ങൾ, വലിയ കാഴ്ചകൾ അവർ കണ്ടത്. രൂപാന്തരം സംഭവിച്ചു. ലൂക്കോസ് വിശേഷത്തിൽ പറയുന്നു, ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. അടുത്ത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. സ്തോത്രം. ദൈവരാജ്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് ദൈവരാജ്യം. ഇവിടെ ശിഷ്യന്മാർക്കിത് കാണിച്ചു കൊടുത്തത് ഭാവിയിൽ വെളിപ്പെടുവാൻ പോകുന്ന ദൈവരാജ്യമാണ്. അതേസമയം തന്നെ ഇപ്പോൾ അനുഭവമാക്കുന്ന ദൈവരാജ്യത്തിന്റെ ആത്മീയ അർത്ഥം കൂടെയാണ് അവിടെ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ദൈവരാജ്യം വരുന്നത് ശക്തിയോടുകൂടെയാണ്, പരിശുദ്ധാത്മാവിലെ ശക്തിയിലും. മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ശിഷ്യന്മാരെ കർത്താവ് ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ട് ഇനി സുവിശേഷം അറിയിക്കാൻ പോയാൽ മതി, അഥവാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞാൽ മതി. അങ്ങനെ അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ശക്തിയോടെ വന്നപ്പോൾ അവർ കേവലം 12 പേരായി എഴുന്നേറ്റ് നിൽക്കുന്നത്. സ്തോത്രം. 12 പേര് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നു. ഇങ്ങനെ ഒരു അനുഭവം ലോകത്തിൽ ഏതെങ്കിലും ശക്തിക്കുണ്ടോ?
പിടിച്ചടക്കുവാൻ കഴിയും, ബലാത്കാരം ചെയ്യുവാൻ കഴിയും, ബലമായി കവർച്ച ചെയ്യുവാൻ കഴിയും. പക്ഷേ പത്രോസും 11 പേരോട് എഴുന്നേറ്റ് നിന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആരെയും പിടിക്കാൻ പോയില്ല, ആരെയും ബലാത്കാരം ചെയ്യാൻ പോയില്ല. ആ വചനം അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് കുത്തുകൊണ്ടിട്ട് അവരിങ്ങോട്ട് ഓടി വരികയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്തും ചെയ്യാൻ സമ്മതത്തോടുകൂടി അവർ ഓടി വരികയാണ്. അവരുടെ ജീവിതത്തിൽ ഈ വചനം പത്രോസ് പറയുമ്പോൾ അവരുടെ ചോദ്യത്തിന് മറുപടിയായി കൊടുക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇതാണ് കർത്താവായ യേശു തുടങ്ങി വെച്ചതും സഭ തുടങ്ങി വെച്ചതും ഇതേ ശുശ്രൂഷയ. നിങ്ങൾ മാനസാന്തരപ്പെടണം. പിൽക്കാലത്ത് ക്രിസ്തീയ സമൂഹം, സഭ ക്രിസ്തീയ സമൂഹമായി ഒരു സമുദായമായി മാറിയപ്പോൾ മാനസാന്തരം എന്നുള്ളത് അങ്ങ് മാറിപ്പോയി. പകരം മാമോദീസ പോലുള്ള ദുരുപദേശങ്ങൾ, അർത്ഥമില്ലാത്ത ഉപദേശങ്ങളൊക്കെ വരുവാനിടയായി തീർന്നു. എന്നാൽ യേശു തുടങ്ങി വെച്ച് പറഞ്ഞതും ശിഷ്യന്മാര് പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് തുടക്കം കുറിച്ചതും മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞാണ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവീൻ, എന്നാൽ ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഉയരത്തിലെ ശക്തി ശിഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല, ദൈവസഭ രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഉയരത്തിലെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ ഒരു വിശ്വാസിക്ക് ഇവിടെ ജീവിപ്പാനോ നിലനിൽക്കുവാനോ സാധ്യമല്ല എന്നുള്ളതാണ്. ദൈവസഭയ്ക്ക് ആവശ്യം ശക്തിയാണ്, ശക്തി. അവർ പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് 3000 പേര് മനം തിരിഞ്ഞ് സ്നാനപ്പെടുന്നത്, ഈ വരുന്നവര് സാധാരണക്കാര് മാത്രമല്ല, മതപുരോഹിതന്മാർ, മത ലീഡേഴ്സ്, ജ്ഞാനികൾ എന്ന് വേണ്ട വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നുയർന്നിരിക്കുന്നവരാണ് ഈ വന്നിരിക്കുന്നത്. എന്താ കാരണം? ഈ ബലഹീനരായ പഠിപ്പില്ലാത്ത ഈ ശിഷ്യന്മാർ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ ഇത്രയും മനംതിരിവുണ്ടായത് ശക്തിയിലാണ്. ശക്തി. ദൈവരാജ്യം കേവലം വചനത്തിലല്ല, ശക്തിയിലാണ്. സ്വഭാവം മാറ്റിയെടുക്കുവാൻ കഴിയുമോ? ഇന്ന് മനുഷ്യന്റെ സ്വഭാവം മാറ്റുവാൻ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ സ്വഭാവം മാറുന്നില്ല. പേടിച്ചവർ മാറി നിൽക്കുന്നതേ ഉള്ളൂ. സ്വഭാവം മാറ്റുവാൻ കഴിയുന്നില്ല. നിയമം കൊണ്ട്, ലോകത്തിന്റെ നിയമം കൊണ്ട് ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കുവാൻ കഴിയുകയില്ല. അവനെ ജീവപര്യന്തം ജയിലിലിട്ടാലും ഇറങ്ങി വരുമ്പോൾ അതേ ജോലി അവൻ ചെയ്യുന്നത്, അതേ തെറ്റ് ചെയ്യുന്നത്, അവന്റെ സ്വഭാവം മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ സുവിശേഷത്തിന് മാത്രമേ സ്വഭാവം മാറ്റിയെടുത്ത് ആളെ രൂപാന്തരപ്പെടുത്തി ദൈവശക്തിയാൽ നിറച്ച് ആ വ്യക്തിയെ അത്ഭുത വിഷയമാക്കി തീർക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ടാണ് സുവിശേഷം അറിയിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിപ്പാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ തന്നെ എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ജോലി എന്താണ്? നോക്കൂ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒന്ന് തിമോഥെയോസ് 1:12 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എന്നെ വിശ്വസ്തനെന്ന് ശുശ്രൂഷയ്ക്കാക്കിയപ്പോൾ എനിക്ക് ശക്തി തന്നു. ശക്തി തന്നു. ഒരു വലിയ ഫാക്ടറി, ഒരു കോടീശ്വരൻ വലിയൊരു ഫാക്ടറി ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതായിട്ടുള്ള മെഷീൻസ് എല്ലാം സ്ഥാപിച്ച് വലിയ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുവാൻ ക്രമീകരിച്ച് ഫാക്ടറിയുടെ മുമ്പിൽ ബോർഡും തൂക്കി. എന്നാൽ
ഇതിന് ഇലക്ട്രിസിറ്റി പവർ ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? ഇതുപോലെയാണ് ദൈവത്തിന്റെ സഭ. കേവലം ബോർഡ് തൂക്കിയവരല്ല, കേവലം വചനത്തിലല്ല നിൽക്കുന്നത്, ശക്തിയിലാണ് നിൽക്കുന്നത്. ശക്തിയില്ലെങ്കിൽ ഒരു പാവിയെ മനന്തിരിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. ശക്തിയില്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല, സ്വഭാവം മാറ്റുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് സുവിശേഷം ഏൽപ്പിച്ചപ്പോൾ തന്നെ ഞാൻ വിശ്വസ്തയോടെ അത് ചെയ്യുമെന്ന് കരുതി എനിക്ക് ശക്തി തന്നു എന്ന് എഴുതിയിരിക്കുന്നു. ശക്തി തന്നു. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസും യാക്കോബും യോഹന്നാനും ഈ സ്വർഗീയ ദർശനം മലയിൽ വെച്ച് കണ്ടു. അവിടെ കണ്ടത് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിൽ ഒരലക്കുകാരനും വെളുപ്പിപ്പാൻ പാടില്ലാത്ത നിലയിൽ അവന്റെ വസ്ത്രം മിന്നി. മോശയും ഏലിയാവും ഇതാ തേജസ്സിൽ അവനോട് സംഭാഷിക്കുന്നു. അവരുടെ നിര്യാണത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. വലിയ ഒരു മാറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ മുഖഭാവം മാറി, വസ്ത്രത്തിന്റെ രീതി മാറി. അവർ പ്രാർത്ഥിക്കുന്നു. ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവരോട് സംസാരിക്കുന്നു. അവർ തേജസ്സിൽ പ്രത്യാക്ഷരായി. ഇതെല്ലാം പത്രോസ് കണ്ടിട്ട് പത്രോസ് തന്റെ ലേഖനം പിന്നീട് എഴുതുമ്പോൾ നോക്കൂ, 2 പത്രോസ് 1-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെ പത്രോസ് പിന്നീട് ലേഖനം എഴുതിയപ്പോൾ ഈ കാര്യം ദൈവമക്കളെ ഓർമ്മിപ്പിച്ചെഴുതി. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നോക്കണം. ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, വെറും കെട്ടുകഥ ഊഹിച്ചു പറഞ്ഞതല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. ഞങ്ങൾ കണ്ടതാ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. ഞങ്ങളിത് സ്വന്തം കാതുകൊണ്ട് കേട്ടതാണ്, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങൾ ആ സാന്നിധ്യം അനുഭവിച്ചതാണ്. ഇങ്ങനെ കെട്ടുകഥയല്ല പറയുന്നത്. അവന്റെ കർത്താവിനി മടങ്ങി വരും. അവന്റെ പ്രത്യക്ഷതയും ശക്തിയും, അതായത് കർത്താവായ യേശു ഇനി ഭൂമിയിൽ വന്ന് തന്റെ രാജ്യം അക്ഷരികമായി സാധിക്കും എന്നുള്ള തന്റെ പ്രത്യക്ഷതയും തന്റെ ശക്തിയും ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് കെട്ടുകഥയായിട്ടല്ല, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ അനുഭവിച്ചതാണ്. കണ്ടതും കേട്ടതും അനുഭവിച്ചതും ആ ശക്തി അനുഭവിച്ചവർക്ക് മാത്രമേ അനുഭവത്തോടുകൂടെ അനുഭവ സാക്ഷ്യം പറഞ്ഞ് അനേകരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവരാജ്യം കേവലം വചനത്തിലല്ല, ശക്തിയിലാണ്. ഈ സന്ദർഭം വരുമ്പോൾ ഓരോ വ്യക്തിയിലും സംഭവിക്കുന്ന സംഭവം നോക്കൂ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദൈവരാജ്യത്തിലെ അനുഭവം നോക്കൂ. ആ പർവ്വതത്തിൽ വെച്ച് കാണുമ്പോൾ, ലൂക്കോസ് 9-ാം അധ്യായത്തിൽ കാണുമ്പോൾ, ഒന്ന് മുഖഭാവം മാറി. സ്തോത്രം. ആ മലയിൽ വെച്ച് എല്ലാവരുടെയും മുഖഭാവം മാറി. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ, സുവിശേഷം ഉള്ളിൽ വരുമ്പോൾ അവന്റെ മുഖഭാവം മാറും. മുഖം എന്ന് പറയുന്നത് ദൈവം നോക്കുന്ന മുഖം ഹൃദയമാണ്. അവന്റെ ഹൃദയത്തിന്റെ ഭാവം മാറും. അവന്റെ ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കും. പാപിയുടെ ഹൃദയം മാറിയിട്ട് വിശുദ്ധന്റെ ഹൃദയമായി മാറും. ഇങ്ങനെ അവന്റെ മുഖഭാവം മാറും. ഇത് അക്ഷരീയമായി വരുമ്പോൾ, കർത്താവായ യേശു കാഹളം ധ്വനിച്ച് മടങ്ങി വരുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും എന്ന്
കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നു, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരം സംഭവിക്കും. ഇവിടെ ഹൃദയമാകുന്ന മുഖത്തിൽ രൂപാന്തരം സംഭവിച്ച് വിശുദ്ധിയിൽ ശക്തിയിൽ ജീവിക്കുന്നവർ മാത്രമേ കർത്താവായ യേശു അക്ഷരീയ ദൈവരാജ്യം സ്ഥാപിക്കാൻ വരുമ്പോൾ ശരീരത്തിന്റെയും രൂപാന്തരം സംഭവിക്കത്തുള്ളൂ. രണ്ടാമത് വായിക്കുന്നത്, അവരുടെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഒരു വ്യക്തി മനം തിരിയുമ്പോൾ, സുവിശേഷം ശക്തിയായ അവന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവന്റെ ഉടുപ്പ് മാറും. പാപത്താൽ കറ പിടിച്ച അങ്കി മാറിയിട്ട് ശുദ്ധീകരിക്കപ്പെട്ട് അവന് വെള്ളവസ്ത്രമായി തീരും. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായാലും ഹിമം പോലെ വെളുക്കും. ദൈവം ഇതെന്താണ്? ഈ ജീവിതമാകുന്ന വസ്ത്രം വെളുത്തു. ഈ ജീവിതമാകുന്ന വസ്ത്രം വെളുത്തതുകൊണ്ട് വെള്ളയുടുപ്പ് ധരിച്ചവരെല്ലാം വളരെ സൂക്ഷിക്കണം. തെറ്റുകൾ സംഭവിക്കാതെ സൂക്ഷിക്കണം. സഭാപ്രസംഗി അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഉടുപ്പ് എപ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ, എപ്പോഴും നിന്റെ ഉടുപ്പ് വെള്ളയായിരിക്കട്ടെ. വെള്ളയായി സൂക്ഷിക്കാൻ എപ്പോഴും കഴിയുമോ? തീർച്ചയായിട്ടും. ഇതെങ്ങനെ സാധിക്കും? ദിവസം തോറും കഴുകിയാൽ സാധിക്കും. വെള്ളയുടുപ്പിൽ എങ്ങനെ മാലിന്യം സംഭവിക്കുന്നത്? ഓഫീസ് റൂമിൽ AC ഓഫീസ് റൂമിൽ ഇരുന്ന് ജോലി ചെയ്താലും എങ്ങനെയാണ് വെള്ളയുടുപ്പിൽ മാലിന്യം സംഭവിക്കുന്നത്? ഒന്ന്, അവന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വിയർപ്പ് മൂലം. 2, അന്തരീക്ഷ മലിനീകരണം മൂലം. അതുകൊണ്ട് ഒരു തെറ്റും ഒരു കറയും എന്റെ ഉടുപ്പിലില്ല എന്ന് തോന്നിയാലും ഒന്ന് കഴുകുമ്പോഴാണ് ചെളിയുണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ദിവസം തോറും വിശുദ്ധന്മാർ കഴുകൽ പ്രാപിച്ച് അവരുടെ ജീവിതമാകുന്ന വസ്ത്രം വെണ്മയായി സൂക്ഷിക്കണം. ഇത് അക്ഷരീയമായി കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ വെളിപ്പാട് 19-ാം അധ്യായത്തിൽ പറയുന്നു, അവളുടെ വസ്ത്രം ശുദ്ധവും ശുഭ്രവുമാണെന്ന് പറയുന്നു. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉള്ള വസ്ത്രം തേജസ് കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. അക്ഷരീയമായി തേജസ്സിന്റെ വസ്ത്രം ലഭിക്കും. മൂന്നാമത് പറയുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖഭാവം മാറി. പ്രാർത്ഥന ദൈവമക്കളുടെ ജീവിതത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലെ മാറ്റമാണ് ഒന്നാമത് പ്രാർത്ഥന. ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് പ്രാർത്ഥിക്കും. മാറിയിരുന്ന് പ്രാർത്ഥിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്തുവാ? കരച്ചിൽ കേൾക്കും. അതെ, ഭാര്യയെ ഡെലിവറിക്ക് കയറ്റിയിരിക്കുന്നു. ഭർത്താവ് വാതിക്കൽ നിന്ന് വിഷമിക്കുക, എന്തായി വെയിറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ സന്തോഷമായി, ജനിച്ചു എന്ന്. ഇതുപോലെ വീണ്ടും ജനിച്ച ഓരോ ദൈവത്തിലും കർത്താവിന്റെ സന്നിധിയിൽ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കും. വീണ്ടും ജനിച്ചു എന്നുള്ള തെളിവാണ് പ്രാർത്ഥന. ശൗല് മാനസാന്തപ്പെട്ട് അത് ഒരു യൂദായുടെ വീട്ടിൽ കണ്ണു കാണാൻ പാടില്ലാതെ ഇരിക്കുമ്പോൾ പൗലോസ് അനന്യാസിനോട് ദൈവം പറഞ്ഞത്, നീ ശൗലിനെ പോയി തേട്, അവൻ യൂദായുടെ വീട്ടിലുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നു എന്നാ പറഞ്ഞത്. ഒന്നാമത്തെ അനുഭവം പ്രാർത്ഥന. വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ വീണ്ടും ജനിപ്പിച്ച മാതാവും പിതാവുമായ കർത്താവിനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ഈ കുഞ്ഞു കരയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും പാല് കൊടുക്കാനാണ്, കൊടുക്കും. ഇതുപോലെ കർത്താവിനോട് പ്രാർത്ഥനയിൽ കൂടെ സംസാരിക്കണം. അപ്പോൾ അവർക്ക് ലഭിക്കേണ്ട ആഹാരം, ആരോഗ്യം ദൈവം തരും, ജ്ഞാനം ദൈവം തരും. അതാണ് യഹോവ ഭക്തി, ജ്ഞാനത്തിന്റെ ആരംഭം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവർ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് 22-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. വീണ്ടും 2 പുരുഷന്മാർ അവനോട് സംസാരിച്ചു എന്നിരിക്കും. 2 പുരുഷന്മാർ
മോശയും ഏലിയാവും. ഈ രണ്ട് പുരുഷന്മാരാരാണ്? കൂട്ടായ്മ. വീണ്ടും ജനിച്ച എല്ലാവർക്കും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്. ഈ മോശയും ഏലിയാവും ദൈവരാജ്യത്തിൽ കാണുന്നത് രണ്ട് വിഭാഗത്തിന്റെ പ്രതിനിധികളായിട്ടാണ്. മോശ മരിച്ചുയർന്നേറ്റ് പോയെങ്കിൽ ഏലിയാവ് മരിക്കാതെ രൂപാന്തരപ്പെട്ടു പോയി. ഇതുപോലെ കർത്താവായ യേശു മടങ്ങി വരുന്ന സന്ദർഭത്തിൽ കാഹളനാദത്തിങ്കൽ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. മരിക്കാതെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അവരുടെ രണ്ടുപേരുടെയും പ്രതിനിധികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ദൈവരാജ്യത്തിൽ കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ തെസ്സലോനിക്കയിൽ 1 അതാണ് പറയുന്നത്. ക്രിസ്തുവിൽ മരിച്ചവരെ ആദ്യം ഉയർക്കും കാഹളനാദത്തിങ്കൽ. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവരാജ്യത്തിൽ ദൈവമക്കൾക്ക് കൂട്ടായ്മയുള്ളത് വിശുദ്ധന്മാർ സ്വർഗത്തിലുണ്ട് എന്നുള്ള ധൈര്യമാണ്. അതെ, നമുക്ക് കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ മോശയെ ഏലിയാവിനെ കണ്ടാൽ മനസ്സിലാകും. ഇവിടെ മോശയാണിതെന്ന് ഏലിയാവ് ഇതെന്നോ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് മനസ്സിലായി. ദൈവരാജ്യത്തിൽ എല്ലാവർക്കും അന്യോന്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൂട്ടായ്മയുടെ ബന്ധം. അതുപോലെ അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. തേജസ്സിൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ഉള്ളിൽ എപ്പോഴും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവർ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും ഇരുട്ടിന് പ്രവേശിപ്പാൻ അനുവാദം കൊടുക്കാതെ വെളിച്ചം കുറയുമ്പോൾ, വോൾട്ടേജ് കുറയുമ്പോൾ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുവാൻ നോക്കുന്നത് പോലെ തങ്ങളെ തന്നെ ദൈവസന്ധി താഴ്ത്തി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അതുപോലെ സ്വർഗത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അവിടെ തേജസ്സിലെ എല്ലാവരും കുഞ്ഞാടന്റെ വിളക്കാണ്. അവിടെ രാത്രിയില്ല, വിളക്കിന്റെ ആവശ്യമില്ല. സ്തോത്രം. അതുപോലെ അവർ സംസാരിക്കുന്ന യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ചാണ് പറയുന്നത്. നിര്യാണത്തെ കുറിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സഭയ്ക്ക് സംസാരിപ്പാനുള്ള മുഖ്യ വിഷയം യേശുവിന്റെ നിര്യാണമാണ്. സ്തോത്രം. യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിഷയമാണ് മുഖ്യം. വേറെ ഒരു കാര്യവും എനിക്ക് നടന്നില്ലെങ്കിലും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ പൗലോസ് പറയുന്നു, റോമർ 12:1, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളെങ്ങനെ ആരാധിക്കണമെന്ന്. അപ്പോൾ ആരാധിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മളോട് തോന്നിയ മനസ്സലിവാണ്. ഇവർക്ക് മാത്രമേ തങ്ങളുടെ പോരായ്മകളെ കാണുവാനും തങ്ങളുടെ താഴ്ചയെ കാണുവാനും തങ്ങൾ എത്രമാത്രം താഴണമെന്ന് കാണുവാനും സാധിക്കത്തുള്ളൂ. സ്വർഗത്തിലും അത് തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അവിടെ ചെല്ലുമ്പോൾ വിശുദ്ധന്മാർ പറയുകയാണ്, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിൽ നിന്നുള്ള ഞങ്ങളെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടിയ സിംഹാസനങ്ങൾ അവന്റെ പാദപീഠത്തിൽ ഇടുന്നു. അവിടെയും ഇതന്നെയാ, നിര്യാണമാണ് വിഷയം. ഈ ഭൂമിയിലും കർത്താവിന്റെ നിര്യാണമാണ് ദൈവമക്കളുടെ വിഷയം. ഇതുപോലെ അനേക വിഷയങ്ങൾ. 33-ാം വാക്യം പറയുന്നു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഈ അനുഭവം കിട്ടിയാൽ പിന്നെ ഇവിടുന്ന് പോകാൻ മനസ്സ് വരത്തില്ല. യഥാർത്ഥ ദൈവമക്കൾ രക്ഷയുടെ സന്തോഷം, വീണ്ടും ജനത്തിന്റെ സന്തോഷം, ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ അനുഭവം കിട്ടിയവര് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുവാൻ അവർക്ക് തോന്നത്തില്ല. ദൈവത്തോട് നന്ദിയോടുകൂടെ എപ്പോഴും അതിൽ അടുത്തിരിക്കും. അതുപോലെ ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്ന ആ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. അതുപോലെ തന്നെ 35-ാം വാക്യത്തിൽ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അവിടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ദൈവരാജ്യത്തിനകത്ത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ച ദൈവവൈതൽ എപ്പോഴും കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ കർത്താവ് എന്നോട് സംസാരിക്കണം, എന്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന എന്താണെന്ന് ഒന്ന് അന്വേഷിക്കട്ടെ. വേഗം പോയി ദൈവവചനം തുറന്ന് ധ്യാനിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നു. രഹസ്യമായി ദൈവത്തോട് സംസാരിക്കുന്നു. എന്റെ കർത്താവ് എന്നെ സഹായിക്കും. ഇങ്ങനെ അത് ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ദൈവരാജ്യം.
അതാണ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണിച്ചു കൊടുത്തത്. ഈ ദൈവരാജ്യം ശക്തിയോടെ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. മാത്രമല്ല, ഈ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ, ടേസ്റ്റ് ചെയ്യാത്തവരണ. മരണം ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുവാ? ജീവനങ്ങ് പോകുന്നതിലാണോ അർത്ഥം? അല്ല, മരണശേഷം കിട്ടാൻ പോകുന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മരണം ആസ്വദിക്കാത്തവർ, സ്തോത്രം, ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ. ഈ ഭൂമിയിൽ ആത്മീയമായ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവർക്ക് അക്ഷരീയ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശ, ഈ ശരീരം വിട്ടുപിരിയുവാൻ ഒരു പ്രത്യാശയുണ്ട്. പൗലോസ് പറയുന്നത് ശരീരം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ അത് ഏറ്റവും ഉത്തമമാണ്. സ്തോത്രം, മരണം ആസ്വദിക്കുന്നവർ. എബ്രായ ലേഖനത്തിലും അത് പറയുന്നുണ്ട്. അത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, എബ്രായ ലേഖനം ഒരിക്കൽ പ്രകാശം എബ്രായർ 6:4-5 ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിച്ചവർ, അഥവാ രക്ഷിക്കപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചവർ, വരുവാനുള്ള രാജ്യത്തെ ആസ്വദിച്ചവർ, വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ, ഇത്രയും അനുഭവിച്ചവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കി കൊണ്ടുവരുവാൻ വിഷമമാണ്. ഇതുപോലെ വരുവാനുള്ള രാജ്യത്തിന്റെ പ്രത്യാശയാണ് ദൈവമക്കളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. മാത്രമല്ല, ഇത് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട അനുഭവമാണ്, ഓരോ ദൈവ പൈതലിനും. സ്തോത്രം. 1 പത്രോസ് 1-4-5 വാക്യങ്ങളിൽ 1 പത്രോസ് 1:4-5 ഇത് വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലിന്റെയും അനുഭവമായിരിക്കണം. 4-5 അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, അഥവാ ശരീരത്തിന്റെ രക്ഷയ്ക്ക് രൂപാന്തരം. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുക. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്, വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ ഇന്നായിരിക്കുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതിന് വേണ്ടിയോ ഇവിടുത്തെ നന്മ അനുഭവിച്ച് തൃപ്തിയടഞ്ഞ് ജീവിക്കുന്നതിന് വേണ്ടിയോ അല്ല. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ദൈവരാജ്യം, അക്ഷരീയ ദൈവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതിനുവേണ്ടിയാണ് സ്വർഗത്തിൽ നിങ്ങളെ ഭൂമിയിൽ ദൈവശക്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വിശ്വാസത്താൽ. സ്തോത്രം. ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ശക്തിയോടെ ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്നത് സർവായുധ വർഗമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഈ അമിതബലം കിട്ടുന്നത് എങ്ങനെയാണ്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഈ സർവായുധവർഗം 7 ശക്തിയുള്ളതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണ്, രക്ഷ ശക്തിയുള്ളതാണ്, സുവിശേഷീകരണം ശക്തിയുള്ളതാണ്, അതെ, നീതീകരണം ശക്തിയുള്ളതാണ്, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ശക്തിയുള്ളതാണ്, പ്രാർത്ഥന ശക്തിയുള്ളതാണ്. എല്ലാ ശക്തിയുള്ള ആയുധങ്ങളാണ്. അപ്പോൾ കേവലം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേവലം വാചകം പറഞ്ഞു വിടുന്നതായിരിക്കരുത്, ശക്തിയോടെ പ്രാർത്ഥിക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ട്രാക്ട് കൊടുത്തു വിടുന്നതായിരിക്കരുത്, ആ ട്രാക്ട് കൊടുക്കുന്നതിൽ ശക്തി ഉണ്ടായിരിക്കണം. എന്ന് വേണ്ട എല്ലാ വിഷയത്തിലും ഈ ആയുധവർഗങ്ങളെല്ലാം ശക്തിയോടുകൂടെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ മരുഭൂമി യാത്രയിൽ ശക്തിയോടെ നിൽപ്പാൻ കഴിയുള്ളൂ. ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാക്കൾ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഇന്ന് ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്ന ആയിട്ടുള്ള അബദ്ധം, ദൈവസഭയ്ക്ക് അക്ഷരമുണ്ട്, ശക്തി കുറവാണ്. ആർക്കെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അവരിൽ കൂടി ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു. ഇവിടെയും ഇന്നും വീണ്ടും ജനനം നടക്കുന്നുണ്ട്, ഇന്നും മാനസാന്തരം നടക്കുന്നുണ്ട്. ആരിൽ കൂടെ? ശക്തി പുതുക്കി കാത്തിരിക്കുന്നവരിൽ കൂടെ. സ്തോത്രം. അതേ, പഴയ നിയമത്തിൽ
ഹിസ്കിയ രാജാവിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഹിസ്കിയ രാജാവിന്റെ കാലത്ത് ശത്രുക്കൾ വന്നപ്പോൾ 2 രാജാ 19 3 വാക്യത്തിൽ 2 രാജാ 19 3 ഹിസ്കിയാവ് ശത്രു സൈന്യം വന്നപ്പോൾ താൻ ഏകനായി താൻ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്. ഇതിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പ്രവാചകന്റെ അടുക്കൽ പോയി ദൈവത്തിന്റെ ആലോചന ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ഇതുപോലെ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അനേകർ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കഴിവുകേടുകളുടെ നടുവിൽ ഞങ്ങളെ സഹായിക്കാൻ ആരുണ്ട് എന്നവരുടെ ഹൃദയം അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളെ ഇതിൽ നിന്ന് ആര് വിടുവിക്കും? ഇതിൽ നിന്ന് ആര് ഞങ്ങളെ രക്ഷിക്കും? മനുഷ്യനോ മനുഷ്യന്റെ ശക്തിക്കോ ശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ ഇതിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങളെ ഇതിൽ നിന്ന് ആര് വിടുവിക്കുമെന്ന് ഹൃദയം കൊണ്ട് ചോദിക്കുന്ന ഒരു ശബ്ദമുണ്ട്. വായ് കൊണ്ട് പറയുന്നില്ലെങ്കിലും. എന്നാൽ ഇതിന്റെ നടുവിൽ ഓരോ സ്ഥലത്തും ദൈവസഭയുണ്ട്. ദൈവത്തിന്റെ സഭയ്ക്ക് ശക്തിയുണ്ടോ? കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ദൈവസഭയെ, ദൈവമക്കളെ, ദൈവസഭയിൽ കാത്തിരുന്ന് ശക്തി പുതുക്കാൻ ദൈവം തന്നിരിക്കുന്ന സന്ദർഭമാണിത്. ഇത് കേവലം ഉദാസീനമായി വിടുവാനുള്ള സന്ദർഭമല്ല. ഇത് കേവലം ഉറങ്ങിത്തീർക്കാനുള്ള സന്ദർഭമല്ല. ഇത് വിനോദ കാര്യങ്ങൾ ഇടപെടുവാനുള്ള സന്ദർഭമല്ല. കുഞ്ഞുങ്ങൾ ജനിപ്പാൻ, വീണ്ടും ജനനത്തിലേക്ക് നടത്തുവാൻ ദൈവസഭയെ ഒരുക്കുന്നതാണ്. ശക്തി പുതുക്കാനുള്ള സന്ദർഭമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വിഷയങ്ങൾ അറിയാവുന്നവർ, ദൈവരാജ്യ ശക്തിയോടെ വരുമെന്ന് കാത്തിരിക്കുന്നവർ, അവരുടെ ഹൃദയത്തിൽ ദൈവരാജ്യം ശക്തിയോടെ കാത്തു സൂക്ഷിക്കുന്നു. പരിശുദ്ധനായവൻ തന്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് കാത്തിരിക്കുന്നവർ, ശരീരം വിട്ടുകഴിഞ്ഞാൽ അത് പ്രാപിക്കാമെന്ന് കാത്തിരിക്കുന്നവർ, ഈ ശരീരത്തിനകത്ത് ദൈവരാജ്യം കാത്തു സൂക്ഷിക്കുന്നു. ജീവിതം വിശുദ്ധിയോടെ കാക്കുന്നു. പോരായ്മകളെ കണ്ട് പുതുക്കം പ്രാപിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ്. തരുവാൻ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. ആർക്ക് ആവശ്യമുണ്ട്? ആർക്ക് കരച്ചിലുണ്ട്? ആർക്ക് ആവശ്യ ബോധമുണ്ട്? അവർക്ക് കൊടുക്കുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ തന്നെ ഉണ്ട്, തിരിച്ചു പോയിട്ടില്ല. സഭയെ ഒരുക്കുന്നതിന് വേണ്ടി കർത്താവ് അയച്ചിരിക്കുകയാണ്. ആകയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ദൈവസഭ ഒരുങ്ങി കാത്തിരിക്കട്ടെ, വിശുദ്ധിയിൽ കാത്തിരിക്കട്ടെ, ആത്മഭാരത്തോടെ കാത്തിരിക്കട്ടെ. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ആത്മാക്കളെ ദൈവം എത്തിച്ചു കൊടുക്കും. അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കും. അവരുടെ സഭകളിലെല്ലാം പുതിയ പുതിയ ആത്മാക്കൾ വരുവാൻ ദൈവം ഇടയാക്കി കൊടുക്കും. ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സമ്പൂർണമായി താഴ്ത്തി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.